ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന, എന്നാൽ ഈ കാലത്ത് അധികം കാണാൻ സാധ്യതയില്ലാത്ത വെളിച്ചം തുള്ളൽ, അതും ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ആത്മീയ ആവേശവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ അല്ല ബന്ധമുണ്ടോ എന്ന ഒരു ചിന്തയാണ് ഈ ഹ്രസ്വ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഞാൻ ആമുഖമായ ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളെ ഒരു വെളിച്ചം തുള്ളൽ ഒന്ന് കാണിച്ചിട്ട് അത് സംബന്ധമായ ഒന്നിരണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയാകട്ടെ. നമുക്ക് വെളിച്ചം തുള്ളലിലേക്ക് അപ്പോൾ ഇതാണ് വെളിച്ചം തുള്ളലിൻ്റെ ഒരു ദൃശ്യം. നിങ്ങൾ ന്യായമായും എന്നോട് ചോദിക്കും, ഇതും ക്രിസ്ത്യാനികളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഇല്ല എന്ന് പറയാൻ വരട്ടെ. നമുക്ക് ഒന്നിരണ്ട് കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ സഹപാഠിയായിരുന്ന വില്ലിയുടെ പ്രേരണയിൽ, അദ്ദേഹത്തിൻ്റെ അപ്പനൊരു പെന്തക്കോസ് പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ അവിടെ വീട്ടിൽ കാത്തിരിപ്പ് പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പോൾ പ്രാർത്ഥിച്ച് കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ പാട്ടൊക്കെ പാടി, അത് ഒരു താളത്തിനാണ് തമ്പാറടിച്ച് ഇതിൻ്റെ ശക്തി കൂടി 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 വന്ന് ഒരറ്റം വരുമ്പോൾ എല്ലാം കൈവിട്ട് പോയി. ആളുകൾ പിന്നെ മറുഭാഷ പറയുകയും തുള്ളുകയും ചാടുകയും ചിലർ പ്രവചിക്കുന്നു, അങ്ങനെയൊക്കെ. അതിപ്പോഴും നമുക്കറിയാം, ചില പെന്തക്കോസ്ത പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രവചിച്ചില്ല എങ്കിൽ നിങ്ങൾ അത്ര സ്റ്റാൻഡേർഡുള്ള ക്രിസ്ത്യാനികളല്ല, നിങ്ങൾക്ക് ലഭിച്ച ആത്മാഭിഷേകം മൂന്നാം കിടയിലുള്ളതാണ് എന്നതാണ് ഒരു ധാരണ. ഇനിയും നാം പരിഗണിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 4 സുവിശേഷങ്ങളുണ്ട്. ഈ സുവിശേഷങ്ങളോട് നേരിയ പരിചയം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ആത്മാവിൻ്റെ അഭിഷേകം പൂർണ്ണമായി പ്രാപിച്ച അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലാണ് ഇതിൻ്റെ പരസ്യ ശുശ്രൂഷ നടത്തിയത് നമുക്കറിയാം. ഈ 4 സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും യേശു നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമെന്ന് എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന യേശു ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്രകാരം നമ്മുടെ ഇപ്പോഴത്തെ പാസ്റ്റർമാർ അല്ലെങ്കിൽ ദൈവദാസന്മാർ പ്രത്യേക ആത്മീക വരം ലഭിച്ചു എന്നഭിമാനിക്കുന്ന, അതിനും പ്രത്യേകിച്ച് അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ, ഇതിനോട് ഏതെങ്കിലും സാമ്യമുള്ള ഒരു വാക്ക് പറയുകയോ ഒരു നിമിഷത്തിൽ തുള്ളുകയോ എരുമ അമറുന്ന പോലെ അമറുകയോ വലിയ നാടകം കളിക്കുകയോ ചാടുകയോ, ഒരു ഒലക്ക പിടിച്ചോണ്ട് ഒലക്ക പ്രവാചകൻ എന്നും പറഞ്ഞ് ഒരു സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെ ഒരു പ്രവാചകൻ ഒലക്ക പ്രവാചകൻ. അപ്പോൾ ഒലക്കയുണ്ടെങ്കിൽ അത് പ്രവചിക്കാനൊക്കെ ഈ വലിയ നാടകം കളിച്ചകൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ, കേരളത്തിൽ വളരെ പ്രബുദ്ധരായ ആളുകൾ താമസിക്കുന്നുവെന്ന് ഇന്ത്യയിലാകമാനം ഖ്യാതിയുള്ള പ്രശസ്തിയുള്ള കേരളത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇത്ര പ്രാകൃതമായ അവസ്ഥകളും രീതികളും സ്ഥിതി ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ലയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നോട് കോപിച്ചാലും ഇല്ലെങ്കിലും പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. നമ്മുടെ ഈ ആത്മീയ വീരന്മാർ
രോഗശാന്തി വിദഗ്ധന്മാർ, ആധുനിക പ്രവാചകന്മാർ, ഇവരൊക്കെയും ഹിന്ദുക്കളുടെ ഇടയിൽ വളരെയധികം പോപ്പുലാരിറ്റി ആർജിച്ചിരുന്ന വെളിച്ചപ്പാടുകളുടെ കൊച്ചു മക്കളാണ് എന്ന് നിങ്ങൾ ദയവായി തിരിച്ചറിയുക. ഇവരുടെ നാടകത്തിന് സുവിശേഷത്തിൽ യാതൊരു വിധത്തിലും അടിസ്ഥാനവുമില്ല. നിങ്ങൾ ഇനിയും ഈ വെളിച്ചം തുള്ളൽ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് ഇതും ആത്മാവ് നിറഞ്ഞ നമ്മുടെ മഹാരഥന്മാരിൽ നിന്ന് തുള്ളുന്നതും മറുഭാഷ പറയുന്നതും ചാടുന്നതും അമറുന്നതും ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടും ഒരേ വിധമാണ്. അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം നമ്മുടെ പാസ്റ്റർമാരുടെ കയ്യിൽ വാളില്ല, അവര് വാള് കൊണ്ട് വെട്ടി അവരുടെ നെറ്റിയിൽ നിന്ന് ചോര ചീന്തുന്നില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാനമില്ല എങ്കിലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇത്രമാത്രം പോപ്പുലാരിറ്റിയും അംഗീകാരവും ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ അല്പം ഒന്ന് ശ്രമിക്കണം. നിങ്ങൾ എന്നോട് സഹകരിക്കണം. നിങ്ങൾ ചരിത്രത്തിൽ കുറെ പുറകോട്ട് പോകുമ്പോൾ പ്രാകൃത മനുഷ്യർ ജീവിച്ചിരുന്ന കാലം, പ്രിമിറ്റീവ് ഹ്യൂമൻ ബീയിങ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും പറ്റുന്ന വിധത്തിലായിരിക്കും. അവരെന്ത് പറഞ്ഞാലും അത് അപ്രകാരമായിരിക്കും. ഇംഗ്ലീഷിൽ അതിനെ സെൻസിവസ് എക്സ്പീരിയൻസ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു ഇമേജ്, ഇപ്പോൾ പൂർവികന്മാർ എന്ന വാക്ക് നമ്മൾ എടുത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു അവ്യക്തമായ ഒരു വാക്കാണ്, പൂർവികന്മാർ. എന്നാൽ ഈ പ്രാകൃത മനുഷ്യൻ അങ്ങനെയല്ല. ഈ പൂർവികൻ എന്ന വാക്ക് പ്രാകൃത മനുഷ്യൻ കേട്ടാൽ അവൻ്റെ മുമ്പിൽ ഒരു രൂപം വരും. അതെൻ്റെ വല്യപ്പൻ്റേതായിരിക്കും, വല്യപ്പൻ്റെ വല്യപ്പൻ എന്ന് പറഞ്ഞ് കേട്ടതായിരിക്കും, ഒരു രൂപം വരും. അപ്പോൾ പ്രാകൃത മനുഷ്യൻ എന്ന ശബ്ദത്തിൽ ആ ശബ്ദത്തിന് മജ്ജയും മാംസവും ഉണ്ടായിരിക്കും. അത് അവൻ്റെ മുമ്പിൽ അവന് കണ്ണുകൊണ്ട് കാണാവുന്നതും ചെവി കൊണ്ട് കേൾക്കാവുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥ പ്രാപിക്കും. അത് അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. പ്രാകൃത മനുഷ്യന്റെ പ്രത്യേകത അങ്ങനെയാണ്. അതുകൊണ്ടാണ് പ്രാകൃത മനുഷ്യൻ ഇങ്ങനെ എന്താണ് പറയുന്നത്, ഗോസ്റ്റ്, ഭൂതത്തെ കണ്ടു, മറുത അടിച്ചു, കൃത പിടിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ ആ പ്രാകൃത സ്വഭാവം വിട്ട് ഒഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇനിയും ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ ശ്രദ്ധേയമായൊരു സത്യം, മനുഷ്യൻ ചരിത്രത്തിൽ കൂടെ എത്ര പുരോഗമിച്ചാലും അവൻ്റെ അവബോധ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന മനഃശാസ്ത്രത്തിൽ പറയും, അവിടെ പ്രാകൃത മനുഷ്യൻ്റെ അഭിരുചികൾ അവിടെ കട്ടിപിടിച്ച് കിടപ്പുണ്ട്. അത് ഏതു തോതിൽ വരെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നുവെന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നാം മാറുമ്പോൾ തോതിൽ വ്യത്യാസം വരും. ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ നിങ്ങളൊരു 100 പേരെ ശ്രദ്ധിച്ചാൽ, ഞാൻ പലരും ശ്രദ്ധിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, അവരിൽ വലിയ മാറ്റം നിങ്ങൾക്ക്, വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലർ വളരെ വളരെ പ്രാകൃതമായ സ്വഭാവമുള്ളവരാണ്, ചിലർ അത്ര പ്രാകൃതമല്ല, ചിലർ കുറച്ചൊക്കെ യുക്തിസഹിതമായി ചിന്തിക്കുന്നവരാണ്, അപൂർവം ചില ആളുകൾ ചിന്തയുടെ ലോകത്തിൽ വസിക്കുന്നവരാണ്. അപ്പൊ അവരോട് ആ മറുത വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും, അല്ലെങ്കിൽ ഭൂതം പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ ചിരിക്കും. എന്നാൽ തികച്ചും പ്രാകൃത സ്വഭാവമുള്ള ഒരു വ്യക്തിയോട് ഞാൻ ഇന്നലെ ഭൂതം കടന്നെ, ഭൂതം പിടിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് വിറയ്ക്കാനും വേർക്കാനും തുടങ്ങും. കാരണം ഭൂതം എന്ന വാക്ക് പറയുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ഭൂതം വന്നിരിക്കും. അത് പ്രാകൃത സ്വഭാവം. ആ പ്രാകൃത സ്വഭാവമുള്ള ആളുകൾക്ക്
ദൈവീകം എന്ന വാക്കുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ആ ദൈവീകം എന്ന വാക്കിന് അർത്ഥം വരണമെങ്കിൽ ഇപ്രകാരമുള്ള വലിയ ദൃശ്യ അനുഭവം, കാണാവുന്നതും കേൾക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ അവർക്ക് വിളമ്പിക്കൊടുക്കണം. ഇപ്പം നിങ്ങൾ കണ്ട ഈ വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ, ഇപ്പം വെളിച്ചപ്പാട് ഒരു കാക്കി നിക്കറും ടീഷർട്ടും എടുത്തോണ്ട് വാളില്ലാതെ അവിടെ തുള്ളിക്കൊണ്ടിരുന്നാൽ അതിന് യാതൊരു ഇഫക്റ്റും ഉണ്ടാകത്തില്ല. ആ പ്രത്യേകമായ വേഷവും അതിൻ്റെതായ വാളും, പിന്നെ വാൾ കൊണ്ട് വെട്ടി നെറ്റിയിൽ നിന്ന് ചോരയൊലിക്കുകയും, എന്നാലും പോരാ, തുള്ളുന്നു, തുള്ളിക്കൊണ്ട് കറങ്ങി നടക്കുന്നു, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ അതിൻ്റെ അന്തരീക്ഷം നിങ്ങൾ നോക്കുമ്പോൾ ചെണ്ട കൊട്ടുന്നു, ആളുകൾ ഭയഭക്തിയോടെ ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഏതാണ്ടൊരു ഗുമ്മുണ്ട്. ആ സാഹചര്യത്തിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ഈ വെളിച്ചപ്പാട് യഥാർത്ഥത്തിൽ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് അവർക്ക് തോന്നിപ്പോകും. അതേസമയം നല്ല ബുദ്ധി ഒക്കെ വികസിച്ച് ആധുനിക പരിഷ്കാര ലോകത്തിൻ്റെ ചിന്താഗതികളും കാഴ്ചപ്പാടും ഒക്കെ പ്രാപിച്ച ഒരാള് ഇതേ വെളിച്ചപ്പാട് ഇങ്ങനെ തുള്ളി നടക്കുന്ന ആ കൂട്ടത്തിൽ ചെന്ന് നിന്നാൽ അദ്ദേഹത്തിന് നല്ല ചിരി വരും. ഇവൻ ഒരു ഭോഷനാണല്ലോ, ഇവനെ കണ്ടു തൊഴുതു നിൽക്കുന്ന ആളുകൾ മുഴുവനും ഭോഷമതികളുമാണ് എന്ന് മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ, ആ വ്യക്തി ചിന്തിക്കത്തുള്ളൂ. ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഈ വെളിച്ചപ്പാടിനെ പോലെ തുള്ളുകയും വെളിച്ചപ്പാടിനേക്കാൾ മോശമായിട്ട് അമറുകയും ഇങ്ങനെ ഏതാണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകളുടെ പുറകെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ ഉള്ളിൽ ആ പ്രാകൃത മനുഷ്യൻ വളരെ ശക്തമായി സ്ഥിതി ചെയ്യുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഇങ്ങനെയുള്ള അനുഭവമില്ലെങ്കിൽ യാതൊരു തൃപ്തിയും ഉണ്ടാകത്തില്ല. അവരൊരു പള്ളിയിൽ പോയി ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ അവരൊരു കത്തനാരോടോ മെത്രാനോടോ സംസാരിച്ചു, അതുകൊണ്ട് അവർക്ക് യാതൊരു സംതൃപ്തിയും ഉണ്ടാകത്തില്ല. അവർക്ക് ഒരു ഏതാണ്ട് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതാണ്ട് ഗുണം വരും എന്നൊരു പ്രതീതി ഉണ്ടാകണമെങ്കിൽ ഈ നാടകം ഉണ്ടാകണം. ഇപ്പൊ വെളിച്ചപ്പാട് തുള്ളുന്നതിന് പകരം തുള്ളി ഇങ്ങനെ വന്ന് ദേവി നിറഞ്ഞ് അദ്ദേഹം പ്രവചിക്കുമെന്നാണ് പറയുന്നത്. ഈ നാടകമൊന്നും കളിക്കാതെ വെളിച്ചപ്പാട് ഈ വാളുമൊന്നുമില്ലാതെ നെറ്റിയ ചോരയില്ലാതെ വെളിച്ചപ്പാട് ഒരു കസേരയിൽ നിന്നുള്ള കാര്യം പറയാന്ന് പറഞ്ഞാൽ ആരും പുള്ളിക്ക് ചെവി കൊടുക്കത്തില്ല. ഈ നാടകം കളിച്ച് അതിൻ്റെതായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചോരയൊക്കെ ഒലിപ്പിച്ച് നൃത്തം ചവിട്ടി കൊട്ടും കുരവയും ഒക്കെ വെച്ച് വരുമ്പോൾ വെളിച്ചപ്പാട് എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അവിടെ നിൽക്കുന്ന ആളുകൾ ദൈവം വചനമാണെന്ന് പറഞ്ഞ് വിഴുങ്ങി കഴിയും. ഇത് മാത്രമാണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് നിങ്ങൾ ദയവായി തിരിച്ചറിയണം. ആളുകൾ നമ്മുടെ എട്ടും പൊട്ടും അറിയാത്ത ആളുകൾ, അവരെ എട്ടും പൊട്ടും അറിയാത്ത ആളുകളായി ആക്കി തീർത്തത് നമ്മുടെ സഭകളാണെന്ന് കൂടെ ഞാൻ ഈ തരുണത്തിലൊന്ന് സൂചിപ്പിക്കാൻ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഉള്ളിൽ നിന്ന് അവർക്കൊന്നും കിട്ടാനില്ല. കാരണം അവിടെ ചില വാക്കുകൾ, ചില ചൊൽത്തുകൾ, ചില ഈണത്തിൽ അങ്ങോട്ട് നീട്ടുന്നു ഇങ്ങോട്ടും നീട്ടുന്നു, അച്ഛൻ കൈ വിറപ്പിക്കുന്നു, അല്ലെങ്കിൽ കുപ്പായമിട്ട് മടക്കുന്നു എന്നല്ലാതെ അവരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിരാതമായ പുരാതനമായ ആ ഒരു വികാരത്തെ ഒന്ന് സ്പർശിച്ചുണർത്തി ഏതോ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരവസ്ഥ, ഒരു ലഹരി, ഒരു അവസ്ഥയിലെത്തിക്കാൻ നമ്മുടെ ആൾ ദൈവങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവര് ഈ വെളിച്ചപ്പാടിൻ്റെ സാഹചര്യം പോലെ, അതുപോലെ പാട്ടുമൊക്കെ പാടി ശബ്ദമുണ്ടാക്കി അവർ വലിയ ശബ്ദത്തിൽ അലറി ആളുകളെ കൊണ്ട് കൈയടിപ്പിച്ച് ചില ദൃശ്യങ്ങളൊക്കെ കാണിച്ച് അതിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ മുഴുവൻ ഉണ്ടാക്കിയിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാരുടെ തന്തമാര് ഈ വെളിച്ചപ്പാടുകളാണ് എന്ന് ദയവായി നിങ്ങൾ തിരിച്ചറിയുക. ഇതല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല. ഒരു കാര്യം 100% ശരിയാണ്, ആർക്കും ഇതിനെ ഖണ്ഡിക്കാൻ സാധ്യമല്ല. യേശുവിൻ്റെ മാതൃക അനുസരിച്ചല്ല, അല്പം പോലുമല്ല നമ്മുടെ അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാർ
ഈ വെളിച്ചപ്പാടിൻ്റെ പണി നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്നത്. 4 സുവിശേഷങ്ങളിലായി യേശു രോഗശാന്തി നൽകിയ അനേക സംഭവങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ നമ്മുടെ ഇപ്പോഴത്തെ രോഗശാന്തി വിദഗ്ധന്മാരായ ആൾദൈവങ്ങൾ കാണിക്കുന്ന ഈ ചവിട്ടുനാടകവും ഈ ശബ്ദകോലാഹലവും ഈ മൃഗീയമായ അലർച്ചയും മറുഭാഷയും ഈ കൊട്ടും കുരവയും നിങ്ങൾക്ക് കാണിക്കാമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് അബദ്ധത്തിൽ പോലും കാണിക്കാമോ? സാധ്യമല്ല. അത് കാണുമ്പോൾ നിങ്ങൾ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് പോകണം. ആ വെളിച്ചപ്പാടിൻ്റെ മാർഗത്തിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, പല പാസ്റ്റർമാരുടെയും അവരുടെ പരസ്യം എന്താണ്? വണ്ണവിശ്വാസികൾ അവിടെ മുമ്പിൽ ചെന്ന് നിൽക്കും. അപ്പോൾ അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഈ പാസ്റ്റർ അന്വേഷിച്ച് മനസ്സിലായി. അവരുടെ വീട്ടിലൊക്കെ അവരറിയാതെ അത് പരിസരത്തും എല്ലാം കണ്ട്, നിങ്ങളുടെ വീട്ടിലോട്ട് പോകുമ്പോൾ വീട്ടിലകത്തോട്ട് പോകുന്ന വഴിയുടെ ഇടതുവശം ഒരു തെങ്ങ് നിൽക്കുന്നില്ലേ? ഉണ്ട്, തെങ്ങ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അവിടെ ഒരു ആടിനെ കിട്ടിയിട്ടില്ല, ഉണ്ട്. അപ്പോഴത്തേക്ക് വെളിച്ചപ്പാട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, നിന്റെ മുറ്റത്തൊരു തെങ്ങ് നിൽക്കുന്നുണ്ട് എന്ന് ഒരു ദൈവദാസൻ പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അവിടെ നിൽക്കേണ്ടത് നിനക്കറിഞ്ഞുകൂടെ? നിന്റെ ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന പെയിന്റിന്റെ നിറം നീലയാണ് അല്ലെങ്കിൽ മഞ്ഞയാണെന്ന് ദൈവദാസൻ പറഞ്ഞാൽ നീ എന്തിനാണ് ഈ കിടന്ന് അല്ലല്ലിയ പറയുന്നത്? അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഒരുത്തനെ കണ്ടു, ഒരു യൂട്യൂബിൽ കണ്ടു, ഒരു സ്ത്രീയോട് പറയുകയാണ്, നിന്റെ മുലയുടെ താഴെ ഒരു മുഴയുണ്ടോ? ഉണ്ട്. അത് അദ്ദേഹം പ്രവചിക്കുകയാണ്. അത് മനസ്സിലാക്കി. ഇതെന്തൊക്കെയാണ് നമ്മുടെ നടക്കുന്നത്? അത് പറയുമ്പോൾ ആളുകളങ്ങ് ആത്മാവിൻ്റെ വീര്യം കൊണ്ടങ്ങ് കൊടുമ്പിരി കൊള്ളുകയാണ്. അപ്പോൾ നിങ്ങൾ വെളിച്ചപ്പാടിനെ ഓർത്തുകൊള്ളണം. ക്രിസ്ത്യൻ വെളിച്ചപ്പാടിതാ വന്നിരിക്കും. ഇതൊക്കെ ഇത്രമാത്രം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ക്രിസ്ത്യാനികൾ ചിന്തിക്കാൻ കഴിവുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ ശുദ്ധ പൊട്ടത്തരം നമ്മുടെ ഇടയിൽ നാളുകളായി, വർഷങ്ങളായി, ദശാബ്ദങ്ങളായി അരങ്ങേറിക്കൊണ്ടേയിരിക്കുമ്പോഴും അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വഞ്ചിക്കപ്പെട്ട് ദൈവനാമം വഞ്ചനയുടെ മാർഗം, യേശുവിൻ്റെ മാർഗം വഞ്ചനയുടെ മാർഗമായി അധപ്പതിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആർക്കും ഇതിനെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ ദയവായി ചിന്തിക്കണം. നാം എപ്പോൾ ഈ പ്രാകൃത സ്വഭാവം ഉപേക്ഷിച്ച് യേശു എന്ന വെളിച്ചത്തെ പ്രാപിച്ച് നല്ല ബുദ്ധി, നല്ല മനസ്സുണ്ടാകാൻ നാം കൂട്ടാക്കും. യേശു കാണിച്ച മാർഗവും ഇതും തമ്മിൽ പുലബന്ധം പോലുമില്ല എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ആളുകളെ കളിപ്പിച്ച് അവരുടെ കാശ് സ്വന്തം പോക്കറ്റിലാക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അത്ഭുത രോഗശാന്തി കാട്ടുകള്ളന്മാർ, നമുക്ക് വളരെ പരിചയമുള്ള ഈ വെളിച്ചപ്പാടുകളുടെ കൊച്ചുമക്കളാണ് എന്ന് നിങ്ങൾ ദയവായി തിരിച്ചറിയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.